ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഓൾറെഡി നമ്മൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അക്കൗണ്ടിങ് വൗച്ചേഴ്സായ എല്ലാ ഇൻപുട്ടിങ് സ്ക്രീനുകളും നമ്മൾ പരിചയപ്പെട്ടു. വൗച്ചേഴ്സുകളാം ഇൻവെൻട്രി വൗച്ചേഴ്സിൻ്റെ എൻട്രീസാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇൻവെൻട്രി സെഷൻ മാത്രം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വൗച്ചേഴ്സുകളാണ്. ജേണൽ വൗച്ചർ ചെയ്തു. അടുത്ത നമ്മൾ റിസീപ്റ്റ് നോട്ടും ഡെലിവറി നോട്ടും ചെയ്തു. നെക്സ്റ്റ് വീഡിയോ റിജക്ഷൻ ഇൻ വൗച്ചറാണ്. ടു സെയിൽസ് റിട്ടേൺസ്. ഇൻവെൻട്രി വൗച്ചറാണ്, അക്കൗണ്ട് സെഷനിലെ അല്ല. ഇൻവെൻട്രി സെഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിജക്ഷൻ ഇൻ. റിജക്ഷൻ ഇൻ വൗച്ചർ ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ സെയിൽസ് items that are rejected and returned by the customer. Have any complaint over our product or sales regarding the rate or any other concept? Have any mistake in our sales or complaint over our product? So these reasons our customer returned this one. Then we create rejections in note. That our sales return means. To enter rejection in voucher, how to set in Tally? First you select the F11 inventory features. Then enables the inventory rejection inwards outward options. Set as yes option. Have logical options in inventory features. Then set the inventory features enables yes rejection in. Then we get the two voucher size in our inputting screen. How to call the inputting screen inventory voucher from gateway of Tally. Select the inventory vouchers. Then we get the inventory voucher window. You use the Control F6 or use the mouse to the reject in option. Click the mouse button from the button bar area of our inputting screen. Here we set once sold item, that is of the mobile phone, 2 numbers, that is the return from our customer Bob shop. That is the example. Okay, we can see how to input it in Tally. Here we the gateway of Tally, select the inventory voucher. Then we get this screen. Then the comment area buttons display rejection in. This set here how to get this from F11 function. F11 features set the inventory vouchers F11 കൊടുത്തു. ഇവിടെയാണ് നമ്മൾക്ക് റിജക്ഷൻ ഇൻ റിജക്ഷൻ ഔട്ട് ഓപ്ഷൻ എസ് കൊടുത്തിരിക്കുന്നത്. കൺട്രോൾ എ കൊടുക്കുക. സേവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ഏരിയയിൽ ഇത് കിട്ടും. ഇന്ന് റിജക്ഷൻ ഔട്ട്. അപ്പം ഇവിടെ പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ എന്നർത്ഥമാണ് നമ്മളിതിനകത്ത് ഉൾക്കൊള്ളുന്നത്. ഇവിടെ നമുക്ക് റിജക്ഷൻ ഇന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ വിൻഡോ. റിജക്ഷൻ ഇന്നിനകത്ത് നമ്മളിപ്പോൾ ഫസ്റ്റ് വൺ റിജക്ഷൻ ഇൻ പാർട്ട് ലെഡ്ജർ പാർട്ടാണ്. ലെഡ്ജർ അക്കൗണ്ടിൽ നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ഏത് കസ്റ്റമർ കയ്യിൽ നിന്നാണോ റിട്ടേൺ വരുന്ന നമുക്ക് കിട്ടേണ്ട കസ്റ്റമർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മോബ് ഷോപ്പാണ്. നമ്മൾ ഫില്ല് ചെയ്തു. അവർ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടത് വന്നു. അത് കഴിഞ്ഞപ്പോൾ നെയിം ഓഫ് ഐറ്റം നമ്മൾ മൊബൈലായിരുന്നു. നമ്മൾ ഓപ്പോ മൊബൈലാണ് റിട്ടേൺ ചെയ്തത്. നേരത്തെ ഉള്ള ഏതെങ്കിലും ആപ്ലിക്കബിൾ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. നോട്ട് ഞാനിപ്പോൾ ഡെലിവറി നോട്ട് എന്നുള്ള പ്രകാരമുള്ള നമ്പർ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ലിസ്റ്റ് ഓഫ് ഓർഡർ വല്ലതും ഉണ്ടായിരുന്നേ അത് കൊടുക്കാം. പർച്ചേസ് ഓർഡർ സെയിൽസ് ഓർഡറോ അടിച്ചിട്ടുള്ളതാണെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അത് വിട്ടുപോയി, നമ്മളത് ഉൾപ്പെടുത്തിയില്ല. പർച്ചേസ് ഓർഡർ സെയിൽസ് ഓർഡർ നെക്സ്റ്റ് വീഡിയോ അതിടാം. മെയിൻ ലൊക്കേഷൻ നമ്മുടെ സ്റ്റോക്ക് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നമ്മൾ ഗോഡൗൺ ഫസ്റ്റ് സെൻറ്റർ കൊടുത്തു. ഓക്കെ, ക്വാണ്ടിറ്റി 2 എണ്ണമാണ്. അതനുസരിച്ച് അതിൻ്റെ റേറ്റ് ഓൾറെഡി നമ്മൾ സെയിൽ ചെയ്തതായതുകൊണ്ട് അവിടെയുണ്ട്, അത് വന്നു. ഓൾറെഡി സെയിൽ എമൗണ്ട് അവിടെ വന്നു, നമ്പേഴ്സ്. ഓക്കെ, എൻഡ് ഓഫ് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മോബ് ഷോപ്പ് 2 എണ്ണമാണ് തിരിച്ച് വന്നത്. അത് റിജക്ഷൻ ഇൻ കൊടുത്തു. നറേഷൻ മസ്റ്റ് ചെയ്ത് റീസണബിളിലാണ് നറേഷൻ വന്ന അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ റിജക്ഷൻ ഇന്ന്
ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. ഏത് ഐറ്റമാണ് ഏത് കസ്റ്റമറിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നോക്കുക. ഇത് കസ്റ്റമർ ഡീറ്റെയിൽസ് അക്കൗണ്ടാണ്, ലെഡ്ജറാണ്. നമ്മൾ സ്പേസ് ബാർ തട്ടിയാൽ നമ്മൾ ആ കസ്റ്റമർ ഏത് കേസിലൊന്ന് വന്നതാണ് ആളാണെന്നുള്ളത് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടത് കസ്റ്റമർ അഡ്രസ് ഓട്ടോമാറ്റിക് ഇവിടെ വരും. നമ്മൾ നെയിം ഓഫ് ഐറ്റം ഫില്ല് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രീവിയസ് ആയിട്ട് നമ്മളൊരെണ്ണം ഇൻപുട്ട് ചെയ്ത് വെച്ച് ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് ചെയ്താണ് നമ്മളെ കാണുന്നത്. അപ്പോൾ നമ്മൾ റിജക്ഷൻ ഇൻപുട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേക്കകത്ത് ഇൻവെൻട്രി ബുക്സ് എടുക്കുക. ഡിസ്പ്ലേ മെനുവിനകത്ത് നിന്ന് ഇൻവെൻട്രി ബുക്സ് എടുക്കുക. സ്റ്റോക്ക് ഐറ്റം നമുക്ക് കാറ്റഗറി ബേസ് ഉണ്ട്, കാറ്റഗറിയിൽ നിന്ന് എടുക്കാം. നമുക്ക് സ്റ്റോക്ക് ഐറ്റം ഇവിടെ ഇത്രയും ഐറ്റത്തിൽ നിന്ന് നമ്മൾ മൊബൈൽ ഓപ്പോ ആണ് അടച്ചത്. മൊബൈൽ ഓപ്പോയുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക. യു ലുക്ക് ദെയർ. വി ക്യാൻ സീ ദെയർ സെയിൽസ് എൻട്രി ഉണ്ടായിരുന്നു. മെറ്റീരിയൽ ഇൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമുക്ക് റിജക്ഷൻ ഇന്നാണ് വന്നത്. ഒരു മെറ്റീരിയൽ ഇൻ ഇതിനകത്തായിട്ട് അടിച്ചിരുന്നു. റിജക്ഷൻ ഇൻ ഒരു വോച്ചർ അടിച്ചിട്ടുണ്ട്. സെയിൽസ് 3 ഉണ്ടായിരുന്നു. അപ്പം നമുക്കിവിടെ അതിൻ്റെ ക്വാണ്ടിറ്റി ഇൻവേഴ്സ് കാണിക്കുന്നുണ്ട്, ഔട്ട് വേഴ്സ് കാണിക്കുന്നുണ്ട്. ഔട്ട് വേഴ്സിൽ ഒരു -2 വന്ന് കിടക്കുന്നു. അതാണ് റിജക്ഷൻ ഇന്ന്. അപ്പോൾ ഡാമേജ് അപ്പം നമുക്ക് സ്റ്റോക്കിലേക്ക് വയ്ക്കാൻ പറ്റത്തില്ല, അത് വേറെ പാർട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ റിജക്ഷൻ ഇൻപുട്ട് ചെയ്ത് അതിൻ്റെ സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്ന നമ്മളെടുത്ത് നോക്കിയിരിക്കുന്ന വീഡിയോ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ബൈ. എല്ലാ വീഡിയോയും പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് ഓരോന്നായിട്ട് എടുത്ത് കാണാം. എല്ലാ വീഡിയോയും വാച്ച് ചെയ്യുക. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഉൾപ്പെടുത്തുന്നുണ്ട്. വളരെ തിയറിറ്റിക്കൽ ബേസിലും പ്രാക്ടിക്കൽ ബേസിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഇൻട്രോ കൊടുക്കണം, ഇവിടെ എന്ത് കൊടുക്കണം, ഇവിടെ അങ്ങനെ കൊടുത്താൽ മതി, ഇവിടെ ഇൻട്രോ അടിക്കണം, ഇത് വരുമ്പോൾ അത് സെലക്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരു അക്സെപ്റ്റബിൾ അല്ലാത്ത സ്റ്റഡിയല്ല. ഡീറ്റെയിൽസ് ആയിട്ട് തിയറിറ്റിക്കൽ ബേസിലും പ്രാക്ടിക്കൽ ബേസിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. ഇത് ഇങ്ങനെ ചെയ്താൽ മതി, അവിടെ ആക്കി ഞെക്കിയാൽ മതി എന്നുള്ള ഇന്നർ മീനിങ് ആയിട്ടുള്ള ഒന്നും നമ്മൾ പറയാറില്ല. വളരെ വ്യക്തമായ ക്ലാസ്സുകളാണ് എടുത്തിടുന്നത്. പഠിക്കേണ്ടവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ടാലി എല്ലാം ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.